ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോണതാണ്. അപ്പോൾ 8:30 ക്ലാസ്. ഞാനും ഉമ്മച്ചിയും കൂടിയാണ് പോണത്. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമല്ലോ, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് പോണത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു പട്ടീൻ്റെ പുറകേന്ന് മാറാതെ നിൽക്കണ്ടായിരുന്നു. ഏത് സമയം എൻ്റെ കയ്യിലേക്കായിരുന്നു നോട്ടം. ചിലപ്പോൾ ബാഗിൽ വല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഞാൻ സംഭവം എനിക്ക് പേടിയായെങ്കിലും ഞാൻ പിന്നെ ഓടാനും ചാടാനും നിന്നില്ല. അപ്പോൾ പിന്നെ കൂടുതൽ ഡേഞ്ചർ ആവുമല്ലോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ആളെ കിട്ടിയപ്പോൾ ആ പട്ടി പിന്നെ വേറെ ആരെയോ പുറകെ പോയിട്ട് സംഭവം അപ്പോൾ ആ ഒരു പട്ടിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ 5th ഫ്ലോറിലായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കണേ. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മച്ചിയുടെ വക 100 ഉപദേശങ്ങളുണ്ടായിരുന്നു. ഫയലിൽ നിന്ന് സംഭവങ്ങൾ ഇങ്ങനെ ചാടിപ്പോവും, അങ്ങനെ ചാടിപ്പോവും, ആധാർ കാർഡ് നോക്കണം, നമ്മൾ അറിയില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പേടിയാണെങ്കിൽ പിന്നെ ഉമ്മച്ചി വീട്ടിൽ പോകുമ്പോൾ അതും കൊണ്ട് പൊക്കോന്ന്. അങ്ങനെ പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. അങ്ങനെ ഒരു 10:30 വരെ ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഉമ്മച്ചിനെ വിളിച്ച്, അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാമെന്ന്. ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ലൈസൻസ് എടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മനസ്സിൽ. പക്ഷേ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി ഇനി അടുത്ത് ഞാനാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടതെന്ന് അറിയുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിങ്ങനെ പടപടാന്ന് ഇടിക്കും. അങ്ങനെ പിന്നെ ഉമ്മച്ചി വന്ന് ഉമ്മച്ചിക്ക് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങനെ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബാങ്കിലൊന്ന് കയറാനുണ്ടായിരുന്നു. അവിടെയൊക്കെ കയറി അവിടുത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വണ്ടി കയറി ഇന്ന് വണ്ടി സ്റ്റാർട്ടായപ്പോൾ തന്നെ നല്ലൊരു മഴ. പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് മാറിയത്, നല്ലൊരു മഴയൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലെ പ്രത്യേകിച്ച് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയായിട്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. പക്ഷെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഇറങ്ങാൻ നേരത്ത് വീട്ടിലേക്ക് മുത്തിനും വാപ്പാക്കുള്ള പാഴ്സലും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഇനി എനിക്ക് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ എൻ്റെ തീരാറായിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങാനുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാനും തോന്നില്ല, അതേപോലെ തന്നെ എല്ലാം വാങ്ങിക്കൊണ്ട് പോകാനും തോന്നും വീട്ടിലേക്ക്. പിന്നെ അവിടെ നിന്ന് മാറി പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു സംഭവമാണ് ഈ സൂപ്പ്. ഞാൻ ഇതിൻ്റെ പല ഫ്ലേവേഴ്സും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരെണ്ണം പോലും ഇതുവരെ ഇഷ്ടമായിട്ടില്ല. എന്നാലും ഞാൻ കയറുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണമൊക്കെ എടുക്കും. ഈ പ്രാവശ്യം ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാം വാങ്ങി ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ജസ്റ്റ് മാറി നിൽക്കുന്ന സമയമാണ്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മച്ചിക്ക് നൊസ്റ്റ് അടിക്കാൻ തുടങ്ങി. പണ്ട് കസിൻസ് അവരെല്ലാവരും കൂടി ഇവിടെ വന്നാണ് ചാടാറ്, അങ്ങനെ ഇങ്ങനെ കളിക്കാറ്, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സ്റ്റെപ്പിൽ കൂടെയാണ് ഇറങ്ങാറ്, ഇങ്ങനെയൊന്നല്ലായിരുന്നു പണ്ട്, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒന്നിനും പറ്റില്ല. ഞാൻ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു മീൻ ക്ലീൻ ചെയ്യാൻ സഹായിക്കണം, ഒറ്റയ്ക്ക് പറ്റില്ല. ഞാൻ ആദ്യം വലിയ മൈൻഡ് ചെയ്തില്ല, പിന്നെ എന്നെ വിളിച്ചു. അപ്പോൾ പിന്നെ ഞാനും കൂടി സഹായിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.